വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യം. എന്നെ നിരസിക്കുകയും എൻ്റെ വാക്ക് തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. ഒരു വിധിയുണ്ടെന്നും അങ്ങനെ ഒരു ദിവസം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും വചനം കൃത്യമായ ഓർമ്മപ്പെടുത്തൽ തരികയാണ്. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെ ഒരു അവസരം ഒരിക്കലും ഉണ്ടാകുന്നില്ല. എങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങ് അവസാനം വരെയും. അത് ആരോ ചമച്ച കഥകളാണെന്ന് ഒക്കെ പറഞ്ഞു തരുന്ന മിഥ്യാധാരണകൾ സാത്താൻ്റെ തന്ത്രമാണെന്ന് തിരിച്ചറിയണം. വചനം പറയുകയാണ്, വചനം തിരസ്കരിക്കുക അത് ഒരു വലിയ സ്വർഗത്തിനുമുമ്പിൽ ഒരു വലിയ തെറ്റാണ്. വചനം അത് ഈശോ തന്നെയാണ്. വചനത്തെ സ്വീകരിക്കുന്നവൻ ഈശോയെയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ വചനത്തെ തിരസ്കരിക്കുന്നവൻ വചനത്തിനെതിരെ പാപം ചെയ്യുക, ഈശോയ്ക്കെതിരെ പാപം ചെയ്യുകയാണെന്ന് വചനം ഓർമ്മിപ്പിക്കുക. എന്നെ തിരസ്കരിക്കുകയും എൻ്റെ വാക്ക് തിരസ്കരിക്കുകയും, വാക്ക് അത് ഈശോ തന്നെയാണ്. എന്നെ തിരസ്കരിക്കുക അതും ഈശോ തന്നെയാണ്. അപ്പോൾ വാക്കും ജീവനുമായ വ്യക്തിയുമായ ഈശോയെ തിരസ്കരിക്കുന്നവന് ഒരു നാൾ ഇതിനെതിരെ ദൈവത്തിനു മുമ്പിൽ നിൽക്കേണ്ടതായി വരുമെന്നുള്ള വചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ദൈവം ഇതിലെ ചെവിക്കൊള്ളാതെ പോകരുതേ. ഗൗരവമായ ഒരു പ്രബോധനമായി ഇത് കേൾക്കണം. ആര് പറയുന്നു എന്നുള്ളതല്ല, ഇത് സ്വർഗം പറയുന്നതാണ്. ഇത് സ്വർഗം പറയുന്ന വാക്ക് ഹൃദയപൂർവ്വം ശ്രവിക്കാൻ, മനസ്സിൽ പതിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വചനമായവനെ ഹൃദയപൂർവ്വം ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഹൃദയം കൊണ്ട് വചനത്തോട് ചേർന്ന് നിൽക്കാം. ആമേൻ.